Hi dear friends, welcome back to our channel Renuhoneyrose. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സോപ്പ് നമുക്ക് വീട്ടിൽ തന്നെ റെഡി ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ സോപ്പ് ഉപയോഗിച്ച് നോക്കിയപ്പോൾ എനിക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. അത്രയ്ക്ക് അമേസിംഗ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് കിട്ടിയത്. കാരണം എൻ്റെ കൈ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം റിസൾട്ട് ഉണ്ട് എന്നുള്ളത്. ഞാൻ ആ സോപ്പ് തേച്ച ഭാഗവും തേക്കാത്ത ഭാഗവും നന്നായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് റെഡി ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ വീട്ടിൽ തന്നെയുള്ള പിയേഴ്സ് സോപ്പാണ് എടുത്തത്. അപ്പോൾ ഈ പിയേഴ്സ് സോപ്പ് നന്നായിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് വെക്കുക. അപ്പോൾ ഈ ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ആകുന്നത് വരെ നമുക്കത് വെയിറ്റ് ചെയ്യേണ്ട സമയമുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. അത് നമുക്കൊന്ന് റെഡി ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് അലോവേര ജെല്ലാണ്. അപ്പോൾ അലോവേര ജെല്ല് ഞാൻ ക്ലിയർ ആക്കി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഒരിക്കലും വെള്ളം ചേർക്കാൻ പാടില്ല. വെള്ളം ചേർക്കാതെ തന്നെ ആയിരിക്കണം ബ്ലെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ സോപ്പ് ഇവിടെ മെൽറ്റായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സോപ്പിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള റൈസ് പൗഡറാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. കാരണം നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ബ്രൈറ്റനിങ് ചെയ്യാനും അതുപോലെ തന്നെ ടാനിനെ എല്ലാം റിമൂവ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ റൈസ് പൗഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഞാൻ റൈസ് പൗഡർ 2 ടേബിൾ സ്പൂൺ റൈസ് പൗഡറാണ് ഇട്ടത്. അതിലേക്ക് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള അലോവേര ജെല്ല് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കാരണം റൈസ് പൗഡർ ഇങ്ങനെ ബോൾ പോലെ കട്ട പിടിച്ച് കിടക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ടത് നമ്മുടെ സോപ്പ് മിക്സുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കട്ടകളെല്ലാം നന്നായിട്ട് ഇത് മാറുന്നത് വരെ ഒന്ന് ക്ലിയർ ആയിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കുക. എന്നതിന് ശേഷം ഇത് ഗ്യാസ് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് നല്ല റിസൾട്ട് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെയും ചെയ്യാത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് നമ്മുടെ ഈ സോപ്പിൻ്റെ മിക്സ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഗ്ലിസറിനാണ് ആഡ് ചെയ്തത്. അപ്പോൾ ഗ്ലിസറിൻ നമ്മൾ ആഡ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവർക്കും അതൊക്കെ നമ്മുടെ സ്കിന്നിലൊരു മോയ്സ്ചറൈസിങ് ബാലൻസ് നിലനിർത്താൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പിന്നെ അതിലേക്ക് ആഡ് ചെയ്യുന്ന ടീ ട്രീയുടെ ഓയിലാണ്. പിന്നെ ടീ ട്രീ ഓയിൽ ആഡ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ചെറിയ കുരുക്കളും കാര്യങ്ങളൊക്കെ താരൻ കാരണമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആവാൻ ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല ഒരു ചെറിയൊരു സ്മെല്ലും നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യാം. നന്നായിട്ട് ഓയിൽ ബാലൻസ് നിർത്താനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ആഡ് ചെയ്ത് നമുക്ക് സോപ്പ് റെഡി ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിൽ നിന്നും 4 സോപ്പാണ് ഞാൻ റെഡി ചെയ്തത്. അപ്പോൾ ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ച് ഒന്ന് അത് പിടിക്കാനായിട്ട് ഉള്ള ഒരു ടൈം കൊടുക്കുക. അപ്പോൾ തണുത്തതിന് ശേഷം നമ്മുടെ സോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമുക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ റിസൾട്ട് എന്താണെന്നും പറയുക. കാരണം എനിക്ക് അത്രയ്ക്ക് റിസൾട്ടുള്ള ഒരു ടിപ്പ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്താണ് റിസൾട്ട് എന്നുള്ളത് എന്തായാലും തീർച്ചയായിട്ടും വന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഓക്കെ.